ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ലേഹിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലേഹിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 2 തേങ്ങയുടെ പാലാണ്. അതിലേക്ക് തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ച ചെറിയ ഉള്ളി, പിന്നെ ഒരു 3/4 കിലോ കുരുകളഞ്ഞ ഈത്തപ്പഴവും അതും കൂടി ഒരു കുക്കറിലിട്ടിട്ട് 6-7 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം ഒരു അടിച്ചോട് കട്ടിയുള്ള പാത്രത്തിലേക്ക് അത് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്ത് വെള്ളം വറ്റുന്ന വരെ ഇളക്കിയെടുക്കുക. വെള്ളം എന്ന് ഉദ്ദേശിച്ചത് നമ്മളതിൽ ഒഴിച്ച തേങ്ങാപ്പാലാണ്. അത് വറ്റി വരുന്നവരെ ഇളക്കിയെടുക്കുക. നല്ല ഡ്രൈ ആവണം. അതിന് ശേഷം മധുരത്തിന് ആവശ്യമായ ശർക്കര, ഞാൻ 3 അച്ചാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഇതിൽ ഈത്തപ്പഴത്തിൻ്റെ മധുരം ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അഡീഷണലായിട്ട് ഇനി മധുരം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഇടുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കുക. അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതുപോലെ അടിക്ക് പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. പിന്നെ ബദാമും. ഇത് നന്നായിട്ട് ക്രഷ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. ഇത് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടതാണ്. എള്ള്, ഉണക്കമുന്തിരി, കൂവപ്പൊടി അതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊക്കെ നല്ലതാണ്. പിന്നെ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ച ബദാമും ചെറിയ ജീരകവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈർപ്പില്ലാത്ത പാത്രത്തിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. പുറത്ത് ഒരു ആഴ്ച വരെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിലും കൂടുതൽ ദിവസങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാം. ഡെലിവറി കഴിഞ്ഞ് സ്ത്രീകൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ലേഹ്യമാണ്. അതുപോലെ കുട്ടികൾക്കും കഴിക്കുക. ബ്ലഡ് വെക്കാനും നിറം വെക്കാനൊക്കെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ളൊരു ലേഹ്യമാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തതുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ അല്ലെങ്കിൽ റെസിപ്പി ആയി വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.